ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഉണ്ണി മാംഗോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ അമ്പലത്തെ പറ്റിയാണ്. മണിപ്പാലിൽ നിന്ന് 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ വന്നപ്പോൾ ആദ്യം കാണുന്നത് ഈ അപ്പൂപ്പനെയാണ്. ആളാണ് ഇവിടെ രസീത് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, പ്രീ വെഡിംഗ് ഷൂട്ട്, ആഡ് മുതലായവ ഇവിടെ അലൗഡ് അല്ലാന്ന് ഒരു വെണ്ടക്കക്ഷരത്തിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിന് 100, ക്യാമറയിലാണെങ്കിൽ 250, പോരാത്തതിന് 10 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ അമ്പലത്തിന്റെ അകത്ത് ചെലവഴിക്കാൻ പറ്റത്തുള്ളൂ. അതും അമ്പലത്തിന്റെ ഫോട്ടോ മാത്രമേ നമുക്ക് എടുക്കാനുള്ള അനുമതിയുള്ളൂ. അങ്ങനെ ആൾക്ക് 10 രൂപ നേരെ രസീത് ചെയ്ത് ചെന്ന് കയറിയപ്പോൾ കാണുന്നത് ഈ ആനക്കുട്ടനെയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട ആൾ ഒറിജിനൽ ആണെന്നേ പറയത്തുള്ളൂ. കണ്ണിലെ കൺപീലിക്കും ചെവിയിലെ രോമങ്ങൾക്കൊക്കെ അതേപോലെ ഒറിജിനാലിറ്റി ആയിരുന്നു അടുത്ത് നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിലെ മൂഡബിദ്രി എന്ന സ്ഥലത്താണ്. 1000 പില്ലർ ജെയിൻ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിന്റെ പേര്. അതായത് മലയാളത്തിൽ പറയുമ്പോൾ 1000 കരിങ്കൽ തൂണുകളുള്ള ക്ഷേത്രം. കന്നഡയില് സാവിര കമ്പത ബെസഡി എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ത്രിഭുവൻ തിലക് ചൂടാമണി എന്ന മറ്റൊരു പേരുകൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ അമ്പലത്തിനെ മൊത്തം ചുറ്റി നിൽക്കുന്ന മതിലാണ് നിങ്ങളിപ്പോ എന്റെ പുറകിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു അമ്പലത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂഡബിദ്രി നഗരത്തിലെ 18 ജൈന ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രാധാന്യം ഈ ഒരു ക്ഷേത്രത്തിനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ 1000 കരിങ്കൽ തൂണുകൾ കാണാമെന്നാണ് പറയുന്നത്. എനിക്ക് സമയം തികയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എണ്ണാൻ നിന്നില്ല. നേപ്പാളി വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഭിത്തികളിലോ തൂണുകളിലോ ഒന്നും തൊടാൻ പാടില്ല, എല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അവരൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ഓരോ തൂണുകളും വ്യത്യസ്തമാണ്, ഒന്നും ഒരുപോലെയല്ല. എല്ലാത്തിലും വിവിധ തരത്തിലുള്ള മനോഹരമായ കൊത്തുപണികളാണ് ഗൈസ്. 7 മണ്ഡപങ്ങളെയാണ് ഈ തൂണുകൾ താങ്ങി നിർത്തുന്നത്. ഓരോരോ തൂണുകളിലും നിങ്ങളിപ്പോൾ കാണുന്ന പോലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചേക്കാണ് ഗൈസ്. അതുപോലെ എല്ലാം മനോഹരമാണ്. 1430 വിജയനഗര രാജാവായിരുന്ന ദേവരാജ ഉടയോറാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിന്റെ നടയ്ക്കുള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 8 അടി ഉയരമുള്ള പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച ചന്ദ്രനാഥ സ്വാമിയുടെ വിഗ്രഹമാണ്. ഇപ്പൊ ചന്ദ്രനാഥ സ്വാമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജൈനമതത്തിലെ 8ാമത്തെ തീർത്ഥങ്കരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ചന്ദ്രപ്രഭു എന്നാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. വിസിറ്റേഴ്സിനൊക്കെ ഇവിടെ വരെ മാത്രമേ അനുമതിയുള്ളൂ. ഇവിടെ നിന്ന് വേണം നമ്മൾ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോവാൻ. അപ്പൊ ഇതിനപ്പുറം നമുക്ക് കടക്കാനുള്ള അനുമതിയില്ല. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ടൊരു പോസിറ്റീവ് എനർജി വന്ന് കയറും ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നത് നടയ്ക്ക് മുന്നിലെ തൂണുകളിൽ കാണുന്ന കൊത്തുപണികളാണ്. തൂണുകളിൽ മാത്രമല്ല, മേൽക്കൂരയിൽ, അതായത് നമ്മൾ ഈ കാണുന്ന സീലിങ്ങിൽ വരെ ഓരോ ഡിസൈനിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുകയാണ്, കല്ലിൽ കൊത്തി വെച്ചേക്കുകയാണ് അവർ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണമെന്ന് താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നമ്മൾ നല്ല മൈൻഡൊക്കെ റിലാക്സായി കാമായിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇതിൻ്റെ മുകളിലത്തെ നില തടി കൊണ്ടും താഴത്തെ നില കല്ല് കൊണ്ടുമാണ് നിർമ്മിച്ചേക്കുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൈസ്. ഇവിടുത്തെ ഓരോ കലാവിരുദ്ധം കാണുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി, ഇവരിത് എങ്ങനെ ചെയ്തെടുത്തു, എന്തുമാത്രം കഴിവുള്ളവരാണ് അന്നത്തെ കാലത്തെ ആൾക്കാരെന്നൊക്കെ. എല്ലായിടവും നല്ല സമയമെടുത്ത് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകണം ഗൈസ്. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വലിയ ചുറ്റുമതിൽ ഇതാണ്. ഇത് ഫുള്ള് ഈ അമ്പലത്തിൽ ചുറ്റി നിൽക്കുന്ന മതിലാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ മേൽക്കൂരയെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തടി കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ ഓരോ രൂപവും വെവ്വേറെയാണ്. അതായത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുണ്ട്, അതെല്ലാം ഓരോ വെവ്വേറെ രൂപങ്ങളാണ്. പുറവശത്ത് നാഗരാജാവിൻ്റെ ചെറിയൊരു നടയെ നമുക്ക് കാണാൻ പറ്റുവേ. ഈ ഒരു അമ്പലം എക്സ്പ്ലോർ ചെയ്യാൻ അവരാ ബോഡി ചെയ്ത് വെച്ച 10 മിനിറ്റ് ഒന്നും പോരാ ഗൈസ്, അതിൽ കൂടുതൽ വേണം. കാരണം അത്രയ്ക്കുണ്ട് ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറേ ഉണ്ട്. ഞാനൊരു 1.5 മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. അത്രയ്ക്ക് നന്നായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഈ ഒരു സംഭവം കണ്ടത്. ആ തൂണിൻ്റെ അടിഭാഗത്തെ കല്ലിൽ വരെ ഓരോന്ന് ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചേക്കാണ്. അതും അത്രയ്ക്ക് മനോഹരമായിട്ട്. പിന്നെ അവർ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമൊക്കെ ഒരു കറുത്ത ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാസ്തംഭം. കാരണം ഈ ഒരു സ്തംഭം ഉണ്ടാക്കിയേക്കുന്ന ഒറ്റ കല്ലിൽ നിന്നാണ്. അതും ഇതിന് 60 അടി ഉയരമാണുള്ളത്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവരിത് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നാണ് എല്ലാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് പോവാൻ കുറച്ച് മടിയായിരിക്കുമേ. എനിക്ക് ഇച്ചിരി മടിയുണ്ടായിരുന്നു ഇവിടുന്ന് പോകാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലോണക്ക് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി നമ്മളങ്ങനെ തിരിച്ച് പോകാൻ നേരം പുറത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പയ്യെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഉണ്ണി മാംഗോ.